സ്കൂൾ കലോത്സവ വേദി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇക്കൊല്ലം കൊല്ലത്താണ് കലോത്സവ വേദി. എങ്കിലും അതിൻ്റെ ആവേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാധ്യമങ്ങളും കലോത്സവം ആവേശമാക്കുമ്പോൾ എവിടെയും നിറയുന്നത് കലോത്സവ വിശേഷങ്ങൾ തന്നെ. ഓരോ കലോത്സവം എത്തുമ്പോഴും മുറതെറ്റാതെ നടക്കുന്ന ആചാരം ഇത്തവണയും ഉണ്ട്. എന്താണെന്നല്ലേ, കലോത്സവ വേദിയിൽ കലാതിലക പട്ടം ലഭിക്കാത്തതിന് നടി നവ്യ നായർ പൊട്ടിക്കരയുന്ന വീഡിയോ ഇത്തവണയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. 2001 കലോത്സവത്തിലാണ് ഈ കഥ നടക്കുന്നത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PG ജോസഫിൻ്റെ നാടായ തൊടുപുഴയിലായിരുന്നു കലോത്സവം. പതിവ് പോലെ വീറും വാശിയുമേറിയ പോരാട്ടത്തിനാണ് തൊടുപുഴ സാക്ഷ്യം വഹിച്ചത്. അന്നത്തെ കലോത്സവങ്ങൾക്ക് ഏറെ ഗ്ലാമർ പരിവേഷം നൽകിയത് കലാതിലക പട്ടങ്ങളായിരുന്നു. സിനിമയിലേക്കുള്ള വഴി എളുപ്പം തുറക്കുമെന്നതിനാലാണ് പ്രതിഭാ തിലക പട്ടത്തിനായുള്ള മത്സരത്തിന് വാശി കൂടിയത്. തൊടുപുഴ കലോത്സവത്തിൽ കലാതിലക പട്ടത്തിനായി നേർക്കുനേർ പോരാടിയത് പിൽക്കാലത്ത് സിനിമയിൽ താരമായ 2 കലാകാരികളായിരുന്നു. ഒന്ന് നവ്യ നായരും 2 അമ്പിളി ദേവിയും. കായംകുളത്തുകാരിയായ നവ്യ നായരും കൊല്ലംകാരിയായ അമ്പിളി ദേവിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നു. എന്നാൽ നേരിയ വ്യത്യാസത്തിൽ കലാതിലക പട്ടം അമ്പിളി ദേവി സ്വന്തമാക്കി. 3 A ഗ്രേഡ് 1ാം സ്ഥാനങ്ങളോടെയാണ് അമ്പിളി ദേവി വിജയിയായത്. എന്നാൽ അമ്പിളി ദേവിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് അന്ന് ധന്യ എന്ന് അറിയപ്പെട്ട നവ്യ രംഗത്തെത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നവ്യ സംസാരിച്ചത്. ആ കുട്ടി സ്റ്റേജിൽ ഒന്നും ചെയ്തില്ല, ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. ഓരോ കലോത്സവം എത്തുമ്പോഴും നവ്യയുടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട്. ഇത്തവണയും ഇതിന് മാറ്റമില്ല. തൊടുപുഴ കലോത്സവ വേദിയിൽ നവ്യ നായർ പൊട്ടിക്കരയുന്ന വീഡിയോ ഈ കലോത്സവ നാളുകളിലും സോഷ്യൽ മീഡിയ ചർച്ചയാക്കുകയാണ്.